ഹായ് നമസ്കാരം. ഇന്ന് ഫേസ് ഡ്രോയിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സൈഡ് ഫേസ് എങ്ങനെ വരയ്ക്കാമെന്ന് പഠിക്കാം. ആദ്യം ഒരു റൗണ്ട് വരക്കുക. ഞാനിപ്പോൾ വരയ്ക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൈ ആദ്യം നല്ലപോലെ വളരെ അയവായിട്ട് ഒന്ന് ലൂസാക്കി ഒന്ന് സർക്കിൾ ഷേപ്പിൽ റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ വരച്ചത്. അങ്ങനെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ നടുവിലൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ എവിടെ നിന്നാണോ ആരംഭിക്കേണ്ടത്, എവിടെ നിന്നാണോ എൻഡ് ചെയ്യേണ്ടത് എന്നുള്ള സ്ഥലത്ത് ഒരു പോയിന്റ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്കെയിലൊന്നും വെക്കാതെ തന്നെ ലൈൻ വരയ്ക്കാനായിട്ട് കഴിയും. ഇനി അതിൽ 1/3 മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് റിയൽ ഗെയിം നടക്കുന്നത്. നമ്മളുടെ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഫേസ് ഡ്രോയിങ്ങിൽ ലൂമിസ് മെത്തേഡിൽ 1/3 മെഷർമെൻറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ സ്ഥാനത്ത് അതിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇനി അതിൻ്റെ അകത്ത് ഒരു സർക്കിൾ കൂടെ വരയ്ക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ലൈൻസുകളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ കഴിയും. സൈഡ് ഫേസ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തായിരിക്കും ചെവിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കത് സാവധാനം മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഇത് വരയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം സൈസിൽ തന്നെ വരക്കുക. ഈ ഒരു റൗണ്ട് ഷേപ്പ് തീരെ ചെറുതായി പോയാൽ കഴിഞ്ഞാൽ പിന്നെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അത്യാവശ്യം സൈസ് കൂട്ടി തന്നെ വരക്കുക. ഇനി ഞാൻ ബ്രോ ലൈൻ മാർക്ക് ചെയ്തു. ഇനി നോസ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തു. തൊട്ട് മേലെയാണ് ഹെയർ ലൈൻ വരുന്നത്, മുടിയുടെ പോർഷൻ. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുക. അതേ ഈക്വൽ ഡിസ്റ്റൻസ് താഴേക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിന്നിൻ്റെ പോർഷൻ വരച്ചെടുക്കാൻ കഴിയും. ഞാനിപ്പോൾ വരയ്ക്കുന്നുണ്ട് ചിന്നിൻ്റെ പോർഷൻ. അത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് അതായത് ഫേസ് നമുക്ക് ചേർത്ത് വരയ്ക്കാനായിട്ട് കഴിയും അതിൻ്റെ പല ആംഗിളിൽ നിന്ന്. അതായത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, ഹെയർ, ബ്രോ ലൈൻ, നോസ് ലൈൻ, ഇതെല്ലാം കണക്ട് ചെയ്ത് ഞാൻ സൈഡ് ഫേസ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. സാവധാനം സമയമെടുത്തിട്ട് തന്നെ വരക്കുക. ആദ്യം ഒരു റഫ് സ്കെച്ചാണ് ചെയ്യുന്നത്. ഒരു ഏകദേശ ഐഡിയ വരച്ചെടുക്കുക. ഞാനിപ്പോൾ നോസ് വരയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോസിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് കുറച്ച് ഒരു പോയിൻ്റ് അകത്തേക്കായിട്ട് വരക്കുക. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത വൃത്താകൃതിയുടെ അകത്തേക്ക് ഒരു പോയിൻ്റ് അകലത്തിൽ വരക്കുക. അത് കൃത്യമായ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലിപ്പിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യേണ്ട ഐഡിയ കിട്ടും. ഇനി അവിടെ നിന്നൊരു ലൈൻ വരക്കുന്നുണ്ട് ഞാൻ, അതാണ് ലിപ്പ് ലൈൻ. അവിടെ ലിപ്പിൻ്റെ സ്ഥാനം നമുക്ക് മാർക്ക് ചെയ്യാം. നല്ലപോലെ ടൈം എടുത്ത് തന്നെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിത്രം വരച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ ചിത്രം വരക്കുന്ന സമയത്ത് ഒരിക്കലും തിരക്ക് പിടിക്കരുത്. നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ വരക്കുക. അത് ഏത് ചിത്രമായാലും, ഫേസ് ഡ്രോയിങ് ആയാലും ലാൻഡ്സ്കേപ്പ് ആയാലും എന്തായാലും നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. ഇനി ചെവിയുടെ പോർഷൻ വരയ്ക്കണം. കണ്ടില്ല, നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത 1/3 അവിടെ നിന്നാണ് ഞാനിപ്പോൾ ആ ചെവി സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, താഴേക്ക് എൻഡ് ചെയ്യണം. അങ്ങനെ ഓരോ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/3 ആയിട്ട് നമ്മളതിനകത്ത് നമ്മൾ അളവുകൾ മെൻഷൻ ചെയ്തത്. ഇനി കഴുത്തിൻ്റെ പോർഷൻ. ഇനി ഹെയർ ലൈൻ നോക്കുക. ഹെയറിൻ്റെ മുടിയുടെ പോർഷൻ ഞാൻ സാവധാനം മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ മേലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. മുടിയുടെ ഷേപ്പ് ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കൃതാവിൻ്റെ പോർഷൻ അവിടെ നിന്ന് താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ഇനി പുരികവും കണ്ണും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സ്കെച്ച് ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. ഞാൻ പുരികം വരയ്ക്കുന്നുണ്ട്. അവിടുത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം നോക്കുക.
ഇനി കണ്ണ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ മൂക്കിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു 2 പോയിൻ്റ് അകലം കൊടുക്കണം. ആ മൂക്കിൻ്റെ ലൈനിൽ കൊണ്ടുപോയിട്ട് മുട്ടിച്ച് വരയ്ക്കാൻ പാടില്ല. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. കണ്ടില്ലേ? ഐറിസിൻ്റെ പോർഷൻ ചെറുതായിട്ടേ കാണും, മുഴുവൻ വൃത്താകൃതിയിൽ കാണില്ല. ഒരു ഏകദേശം ഒരു ഓവൽ ഷേപ്പോ എലിപ്സ് ഷേപ്പ് പോലെ ആയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ചെവിയുടെ ഭാഗം കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് അൺവാണ്ടഡ് ലൈൻസുകൾ മായ്ച്ച് കളയാം. ഇനി നമുക്ക് ഓരോ പോർഷനും വരയ്ക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഡാർക്ക് പെൻസിൽ 6B പെൻസിൽ എടുത്തിട്ടുണ്ട് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട്. ഇനി നല്ലപോലെ ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നേരത്തെ വരച്ച ഭാഗങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആക്കി വരയ്ക്കുന്നുണ്ട്. മൂക്ക് കഴിഞ്ഞു, ലിപ്പിൻ്റെ പോർഷനിലേക്ക് എത്തി. താഴേക്ക് ചിൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വരക്കാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾ 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പുരികം വരച്ച് ഇനി കണ്ണിൻ്റെ പോർഷൻ വരയ്ക്കുന്നുണ്ട്. ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് പെൻസിൽ കൊണ്ട് വരക്കുന്നത്. നിങ്ങൾ 2B പെൻസിലോ HB പെൻസിലോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആദ്യം വരച്ച് പഠിക്കുക. ഇനി ഞാൻ നോസ്ട്രിൽസ് മാർക്ക് ചെയ്ത് മൂക്കിൻ്റെ ഷേപ്പ് പിന്നെ ലിപ്പിൻ്റെ പോർഷൻ ആ ഷേപ്പ് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മുടി, ഹൃദാവ്, ചെവിയുടെ ഭാഗം, ഞാനതിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. തുടക്കക്കാർക്ക് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമാക്കി, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ലളിതമായിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുക. ഹാപ്പി ഡ്രോയിങ്.